അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാറുള്ള പോലെ ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കാതെ നല്ല രുചിയുള്ളൊരു മസാലയൊക്കെ വെച്ച് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കിലോയിലും കുറച്ചും കൂടി കൂടുതലുണ്ട്. നമ്മൾ ഈ ചിക്കന് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. ചിക്കൻ ആദ്യം കുറച്ചൊന്ന് വേവിച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ്. ഈ ഒരു വലിപ്പമുള്ളൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം. ഒരു 15ഓളം ചെറിയ ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ചെറിയൊരു സവാള എടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പമുള്ളൊരു കറുവപ്പട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് തക്കോലത്തിൻ്റെ ചെറിയൊരു കഷ്ണമാണ് കേട്ടോ. നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന ഒരു പൂ പോലെ ഇരിക്കുന്ന ഒരു സ്പൈസസ് ഇല്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 4 പിരിയൻ മുളകാണ്. പിരിയൻ മുളക് ചേർത്താൽ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കളറും കിട്ടും, ഒരുപാടങ്ങ് എരിവും കാണില്ല. പിന്നെ സാധാ 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിരിയൻ മുളകും വറ്റൽമുളകും നിങ്ങളുടെ ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ സാധാ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ പൊടി ചേർത്ത് കൊടുക്കുന്നതിന് ടേസ്റ്റ് കൂടുതൽ. നമ്മൾ അപ്പം തന്നെ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്ന മസാല കൊണ്ട് ചെയ്യുന്ന ചിക്കൻ ഫ്രൈക്ക് കൂടുതലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഒരു 3-4 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതൊരു 4 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ ചിക്കൻ കൂടുതൽ എടുക്കുമ്പോൾ ചേരുവകൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിതെല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ ചെറിയ ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയ്ക്കകത്ത് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ നിന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് ആ ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഒരുപാടങ്ങ് മൂത്തിട്ട് ഒരു ബ്രൗൺ കളറായി പോകരുത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ചിക്കനും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഒരു മസാലയാണ്. ഈ മസാല പൊടികളും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ചിക്കൻ നമ്മൾ ഒരു 3/4 ഭാഗത്തോളം വേവിച്ചിട്ട് ലാസ്റ്റ് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ്സോളം ഇളം ചൂടുവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ആ 5 മിനിറ്റിനിടയ്ക്ക് നമ്മളൊരു 1-2 തവണ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മസാല അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം.
തീ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അരപ്പങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്രൈ ചെയ്യാതെ ഇതുപോലെ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഗ്രേവിക്ക്. ഞാനിപ്പോൾ ഇതിവിടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതുകൊണ്ട് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ അത്യാവശ്യം തന്നെ ഗ്രേവി ഇവിടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റും കൂടി ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണേ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ പുതിയതായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.